ഹായ് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോയിൽ എയ്സ് കൊമേഴ്സ് പേപ്പറിലെ ഒരു പോയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫോർ ദ മിനി ക്യാബ് ഡ്രൈവർ ഹൂ ലുക്ക്ഡ് ആസ് ഇഫ് ഹി നീഡഡ് ഫീഡിങ്. സോ നമ്മളുടെ ഇംതിയാസ് ജാക്കർ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി ബ്രിട്ടീഷ് പോയറ്റ് എഴുതിയിട്ടുള്ള ഒരു പോയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. സോ ഈ പോയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവർ ക്ലാസ് പീപ്പിൾസിൻ്റെ പോവേർട്ടി, അവരുടെ സബ്ജുഗേഷൻ, അവരനുഭവിക്കുന്ന യാതനകൾ, അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കുറവ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്യാബ് ഡ്രൈവറെ കാണുമ്പോൾ പോയറ്റിൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ഇംതിയാസ് ജാക്കർ എഴുതിയിട്ടുള്ള ഒരു പോയമാണ് ഫോർ ദ മിനി ക്യാബ് ഡ്രൈവർ ഹൂ ലുക്ക്ഡ് ആസ് ഇഫ് ഹി നീഡഡ് ഫീഡിങ്. നമ്മൾ ഹെഡിങ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഫോർ ദ മിനി ക്യാബ് ഡ്രൈവ് മീൻസ് നമ്മൾ ഇവിടെയൊക്കെ പറയുമ്പോൾ, ബ്രിട്ടനിലൊക്കെ പറയുമ്പോൾ ക്യാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാക്സി എന്നാണ് മീനിങ്. അമേരിക്കൻ ഇംഗ്ലീഷിൽ നമ്മൾ ടാക്സി എന്ന് പറയും, നമ്മൾ ക്യാബ് എന്നും പറയാറുണ്ട്. ബുക്കെ ക്യാബൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? സോ നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഫോർ ദ മിനി ക്യാബ് ഡ്രൈവർ ഹൂ ലുക്ക്ഡ് ആസ് ഇഫ് ഹി നീഡഡ് ഫീഡിങ്. ഞാനൊരു ക്യാബ് ഡ്രൈവറെ കണ്ടു. അവനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്താ തോന്നിയത്? അവന് ഭക്ഷണത്തിൻ്റെ കുറവുണ്ട്, അല്ലെങ്കിൽ പോഷകാഹാരത്തിൻ്റെ കുറവുണ്ട്, അവൻ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ കുറവ് അവനെ കാണുന്നുണ്ട്. അവൻ്റെ പോവർട്ടിയിൽ അവൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എന്ത് കാണാം? അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ, അവൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ, അവൻ്റെ സാമ്പത്തിക അവസ്ഥയൊക്കെ എനിക്ക് അവനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു ടാക്സി ഡ്രൈവറെ കാണുമ്പോൾ എൻകൗണ്ടർ ചെയ്യപ്പെടുന്ന കുറച്ച് സീൻസിനെ വെച്ചിട്ട്, കുറച്ച് കാര്യങ്ങളെ വെച്ചിട്ട് നമ്മളെ ഓതർ എഴുതിയിട്ടുള്ള ഒരു ചെറിയ പോയമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇംതിയാസ് ജാക്കറെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഷി വാസ് എ പാകിസ്ഥാൻ ബോൺ ബ്രിട്ടീഷ് റൈറ്റർ. സോ ഇന്ത്യനെ കുറിച്ചൊക്കെ കുറേ ഇന്ത്യനെ പശ്ചാത്തലമാക്കിയിട്ട് കുറേ നോവൽസും കുറേ പോയംസും ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ് ഇംതിയാസ് ജാക്കർ എന്ന് പറയുന്നത്. സോ ആസ് ഐ സെഡ്, ഇറ്റ്സ് എ പോയം വിച്ച് ഷീ എൻകൗണ്ടേഴ്സ് എ മീറ്റിംഗ് വിത്ത് എ ക്യാബ് ഡ്രൈവർ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ പോയം. സിമ്പിൾ പോയമാണ്, സിമ്പിൾ ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ അവരുടെ അവസ്ഥ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പോയാണ്. മേ ബി ഒരു മിലിറ്ററി മാൻ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ ക്യാബ് ഡ്രൈവർ, ഒരു എക്സ് മിലിറ്ററി മാൻ. ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. ഇതിൻ്റെ അധികം മെറ്റീരിയൽസ് ഒന്നും അവൈലബിൾ അല്ല. ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെ ഇതിൻ്റെ പോയം പിൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ. For the mini cab driver who looked as if he needed feeding by Imtiaz Jàkar. He looks so young, his hands bony at the wheel. I wonder he has been out all night, what he might have had for breakfast and what he eats when his shift ends. സോ വെൻ ദ ബിഗിനിങ്, നമുക്ക് തുടക്കം മുതൽ തന്നെ കാണാം, നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിസൂക്ഷ്മമായിട്ട് നമ്മളെ ഡ്രൈവറെ വീക്ഷിക്കുന്നുണ്ട്. ഹി ലുക്സ് സോ യങ്, അവനെ കാണാൻ എന്താണ്? വളരെ ചെറുപ്പമാണ്. ഹാൻഡ്സ് ബോണി അറ്റ് ദ വീൽ, അവന് നമ്മൾ എല്ലും തോലിയാണെന്ന് പറയാറുണ്ടല്ലേ. അവന് തീരെ ആരോഗ്യമില്ല, അവൻ്റെ തീരെ മേത്തെന്തില്ല, തീരെ ഫ്ലഷ് ഇല്ല. അവൻ്റെ കൈൻ്റെ എല്ല് എന്ത് കാണാൻ പറ്റും? സ്റ്റീയറിംഗ് വീലിൽ പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. വിച്ച് മീൻസ് ഹീ സോ തിൻ, എന്താണ്? അത്രയും മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ്. I wonder if he has been out all night. എങ്ങനെ ആലോചിക്കായിരുന്നു, അവൻ ഈ രാത്രി മുഴുവൻ ഉറക്കം ഒഴിച്ചിട്ട് വണ്ടി ഓടിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യുമായിരുന്നു എന്നാലോചിക്കുന്നുണ്ട്. ആൻഡ് പിന്നെന്താ ആലോചിച്ചേ? വാട്ട് ഹി മൈറ്റ് ഹാവ് ഹാഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അവൻ എന്തായിരിക്കും രാവിലെ കഴിച്ചിട്ടുണ്ടാവുക? പ്രഭാത ഭക്ഷണമായിട്ട് എന്തായിരിക്കും അവൻ കഴിച്ചിട്ടുണ്ടാവുക? അവൻ രാത്രി ഫുള്ള് ജോലി ചെയ്യായിരുന്നു എന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചത്. ആൻഡ് വാട്ട് ഹി ഈറ്റ്സ് വെൻ ഹിസ് ഷിഫ്റ്റ് എൻഡ്സ്. അടുത്ത ആലോചിച്ചത് എന്താ? അവൻ്റെ ജോലി കഴിയുമ്പോൾ അവൻ എന്തായിരിക്കും കഴിക്കുക? അവൻ്റെ ഷിഫ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ അവൻ എന്തായിരിക്കും ഭക്ഷണമായിട്ട് കഴിക്കുന്നുണ്ടാവുക? whether his mother makes him Punjabi samosas or Bengali mustard fish or Kerala rice. അപ്പോൾ അവൻ പുറത്തുനിന്നൊന്നും ആവില്ല കഴിക്കുക. കാരണം അവൻ്റെ കോലം കണ്ടാൽ, അവൻ്റെ രൂപം കണ്ടാൽ അറിയാം അത്രയധികം എന്താണ് വെൽത്തി അല്ലാത്തൊരു ഫാമിലിയാണ്. കഷ്ടപ്പാട് കൊണ്ടാണ് ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും അവൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞാൽ കഴിക്കാൻ പോകുന്നത്? അവൻ്റെ അമ്മ കൊടുത്തു വിട്ട പഞ്ചാബി സമൂസാസ് ആവും. പഞ്ചാബിൽ ഉള്ള ഒരു പഞ്ചാബി സമൂസാസ്, അങ്ങനെ വെജീസൊക്കെ നിറച്ച് മധുരമുള്ളത് കൊണ്ട് സ്പൈസി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമൂസാസ് ആയിരിക്കുമോ? അതോ ബംഗാളി മസ്റ്റാർഡ് ഫ്രൈ, നമ്മൾ ബംഗാളിലൊക്കെ ഏറ്റവും കൂടുതൽ ഫിഷ് ഐറ്റംസ് ആണ്, കൂടുതൽ ഫിഷ് ഡിഷസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതോ അവൻ്റെ അമ്മ ബംഗാളി ഫിഷ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം കൊടുത്തിട്ടുണ്ടാവുക? ഓർ കേരള റൈസ്, അവൻ കേരളത്തിൽ നിന്നാവോ? കേരളത്തിൽ നിന്നായതുകൊണ്ട് റൈസ് ഇഷ്ടപ്പെടുന്ന ആളാണ്, അപ്പോൾ റൈസ് ആവുക കഴിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു 3 ഇൻ്റർപ്രിട്ടേഷൻസ് കൊണ്ടുവരാം. നമ്മളെ പോയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇവൻ ഒരു ബംഗാളി ആയിരിക്കുമോ, ഒരു പഞ്ചാബി ആയിരിക്കുമോ, അതോ കേരളത്തിൽ നിന്ന് സൗത്തിൽ നിന്നുള്ള ഒരാളായിരിക്കുമോ എന്നൊക്കെ ഈ ഭക്ഷണത്തിൻ്റെ ഒരു കാര്യം വെച്ചിട്ട് പോയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. If he prefers the mangoes of the north like me or the sweeter ones from further north. അപ്പോൾ നോർത്തിലുള്ളവരെന്താണ്?
എന്താണ് കഴിക്കുന്നത്? മാംഗോസ് ആണ് കഴിക്കുന്നത്. എന്നെ പോലെയുള്ളവർ മാംഗോസ് ആണ് കഴിക്കുന്നത്. അപ്പോൾ നോർത്ത് സൗത്ത് ഇന്റർപ്രിട്ടേഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ അവൻ എന്നെ പോലെ മാംഗോസ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കോ, അതോ സൗത്തിലെ ആളുകളെ പോലെ കൂടുതൽ മധുരം കഴിക്കുന്നവരായിരിക്കോ എന്നൊക്കെയാണ് പോയറ്റ് ആലോചിക്കുന്നത്. ബിഫോർ ഐ ക്യാൻ സ്റ്റോപ്പ് ദം ദ വേർഡ്സ് fall out of my eyes mouth and where are you from? I mean your people. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതിന്റെ മുന്നേ തന്നെ അറിയാതെ എന്ത് ചെയ്യാൻ തുടങ്ങി, എൻ്റെ വായിൽ നിന്ന് അറിയാതൊരു ശബ്ദം പുറത്തേക്ക് വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ, നീ എവിടുന്നാണ്, അല്ലെങ്കിൽ നിന്റെ കുടുംബം എവിടെ നിന്നാണ്, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങി. ഐ മീൻ യുവർ പീപ്പിൾ, നിന്റെ ആളുകൾ എവിടെ നിന്ന് വന്നതാണ്, എങ്ങനെ ഇവിടെ എത്തി? ദേ ലാൻഡ് സംവെയർ ഓൺ ദ ബാക്ക് സൈഡ് ഓഫ് ഹിസ് നെക്ക്, സ്ലൈഡ് ഇൻ ടു ദ റിയർ വ്യൂ മിറർ, റോൾ ഇൻ ടു ഹിസ് ഐസ്. എന്ത് ചെയ്യണം, അവരവൻ്റെ ചുമരിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ എന്താണ് തലയ്ക്ക് പിന്നിലാണ് അവർ ജീവിക്കുന്നത്, അവനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. എന്ത് ചെയ്യാൻ തുടങ്ങി? സൈഡ് ഇൻ ടു ദ റിയർ വ്യൂ മിറർ, റോൾ ഇൻ ടു ഹിസ് ഐസ്. അങ്ങനെ റിയർ വ്യൂ മിററിൽ നോക്കിയിട്ട് അവൻ്റെ കണ്ണിലേക്ക് അങ്ങനെ നോക്കി, അവൻ എന്താണ് ആലോചിക്കുന്നുണ്ടാവുക. അപ്പോൾ എനിക്കപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് എന്ത്, അവൻ്റെ പെരടിയിലാണ് അവൻ്റെ കുടുംബം ഇരിക്കുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഈ പകലില്ലാതെ അവൻ കഷ്ടപ്പെടുന്നത്. ഹി ലുക്സ് ബാക്ക് ഫോർ 1 second and his face is a passport and his back is a flag and he says Barnsley and I pay and get out. So പറയുന്നുണ്ട് അവൻ ഇങ്ങനെ, ഞാൻ അറിയാതെ മനസ്സോടെ എൻ്റെ വായിന്ന് അറിയാതെ സ്ലിപ്പായി, നീ എവിടെ നിന്നാണ്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്ത്, അവൻ്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ ആ ജീവിതത്തിലെ ആ കുടുംബത്തിൻ്റെ ഫുൾ ഭാരവും പേറി നടക്കുന്ന ഒരാളാണ്, ഒരു ചെറുപ്പക്കാരനാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. അവൻ എന്താണ്, അവൻ്റെ ചുമരിൽ കുറേ ഭാരങ്ങൾ പേറിയാണ് ഈ ചെറുപ്പ സമയത്ത് തന്നെ, ഈ ചെറുപ്പ പ്രായത്തിൽ തന്നെ അവൻ നടക്കുന്നത്. എന്നിട്ട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, he looked back for 1 second, ഒരു സെക്കൻഡ് നേരത്തേക്ക് അവൻ തിരിച്ച് എന്നെ ഒന്ന് നോക്കി. ആൻഡ് ഹിസ് ഫേസ് ഈസ് എ പാസ്പോർട്ട്, അവൻ്റെ മുഖത്ത് നിന്ന് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റി, അവൻ്റെ രൂപരേഖ അല്ലെങ്കിൽ അവൻ്റെ ഐഡന്റിറ്റി എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ആൻഡ് ഹിസ് ബാക്ക് ഈസ് എ ഫ്ലാഗ്, അവൻ്റെ പുറത്ത് എന്ത് കാണാം, ഒരു പതാക എനിക്ക് കാണാനായിട്ട് പറ്റി. മേ ബി ഒരു മിലിറ്ററി മാനോടുള്ള ഇൻഡിക്കേഷൻ ആയിരിക്കാം. ഓക്കെ. ആൻഡ് ഹി സേസ് ബാൻസ്ലി, അവൻ പറയുന്നുണ്ട് ഞാൻ ബാൻസ്ലിയിൽ നിന്നാണ്. ആൻഡ് ഐ പേ ആൻഡ് ഗെറ്റ് ഔട്ട്, ഞാൻ എന്ത് ചെയ്തു, പൈസ കൊടുത്തു ഇറങ്ങിപ്പോന്നു. അവൻ ബാൻസ്ലി എന്നാണ് പറഞ്ഞു, ഒരൊറ്റ ഡയലോഗേ പറഞ്ഞുള്ള എന്നെ നോക്കിയിട്ട് ബാൻസ്ലി എന്നാണ്. സോ ആ ഒരു യങ് പീപ്പിൾസിൻ്റെ സഫോക്കേഷൻസ് അല്ലെങ്കിൽ പോർട്ടിയിൽ ജീവിക്കുന്ന അവസ്ഥ, അതിനെയൊക്കെ വർണ്ണിച്ചുകൊണ്ട് പോയിട്ട് എഴുതിയിട്ടുള്ള ചെറിയ പോയമാണ് ഫോർ ദ മിനി ക്യാബ് ഡ്രൈവർ ഹൂ ലുക്ക്ഡ് ആസ് ഇഫ് ഹി നീഡ് ഫീഡിങ്. അവൻ്റെ ആ ശരീരത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട്, അവൻ്റെ പോവർട്ടി കണ്ടിട്ട്, അന്ന് രാത്രി പോലും അവൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാരം എത്രത്തോളം ആവുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവൻ്റെ ഫാമിലിയുടെ ഭാരം ഫുൾ എന്ത് ചെയ്യണം, അവൻ ചുമരിലേറി നടക്കുകയാണ്. സോ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ ഐഡന്റിറ്റി ആദ്യം ഗസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവൾക്ക് കഴിയുന്നില്ല. എന്ത് ചെയ്യണം, ലാസ്റ്റ് സ്വയം തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്ത് പറയുന്നുണ്ട്, he's from Barnsley. Okay, that's all about the poem. Thank you.